എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം, കുടിശ്ശിക വിതരണം, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം, സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ, മറ്റു മേഖലകളിലേക്കുള്ള പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണം, നടത്തിപ്പ് എന്നിവയിലേക്കായി കേന്ദ്രം തുക അനുവദിച്ചു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനും കുടിശ്ശികയും കാത്തിരിക്കുന്ന 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക്, ഇതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻകാർ, വിവിധ മേഖലകളിലെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. പെൻഷനും മറ്റു കുടിശ്ശിക ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി 17,000 രൂപ കോടിയുടെ വായ്പാനുമതി തേടി സംസ്ഥാനം നേരത്തെ കേന്ദ്രത്തെ സമീപിച്ചിരുന്നു. സാമ്പത്തിക വർഷാവസാനത്തേക്ക് 17,600 കോടി രൂപ കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് കേരളം വാദിച്ചെങ്കിലും കേന്ദ്രം അനുവദിച്ചത് 8,000 കോടിയാണ്. കഴിഞ്ഞ ദിവസമാണ് 8,000 കോടി രൂപ അനുവദിച്ച് കത്ത് ലഭിച്ചത്. ഇതിൽ 2,500 കോടി രൂപ കടമെടുക്കാൻ കടപ്പത്രങ്ങൾ പുറപ്പെടുവിച്ചു. ചൊവ്വാഴ്ചയാണ് കടപ്പത്രങ്ങളുടെ ലേലം. ഫെബ്രുവരി മാസം 7-ന് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തിരക്കിട്ട നീക്കം. ഈ സാഹചര്യം കേന്ദ്രത്തിൽ നിന്ന് തുക അനുവദിച്ചത് സംസ്ഥാന സർക്കാരിന് ആശ്വാസകരമായി തീരും. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഗുണഭോക്താക്കൾ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ ഗുണഭോക്താക്കൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ആനുകൂല്യം എത്തിച്ചേരും. ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന 4 മാസത്തിലെ പെൻഷൻ തുകയിൽ ഒരു ഗഡു കൂടി അനുവദിച്ചേക്കുമെന്നുള്ള അറിയിപ്പായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ തനത് പെൻഷൻ തുകയോടൊപ്പം 600 രൂപ കൂടി വിതരണം ചെയ്യും. കുടിശ്ശികയായിരിക്കുന്ന കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി വൈദ്യുതി മേഖലയിൽ പരിഷ്കരണ നടപടികൾ ഏറ്റെടുത്തതിനുള്ള അധിക വായ്പയായ 6,250 കോടി രൂപ ഉൾപ്പെടെ 17,600 കോടി രൂപ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള 3 മാസത്തേക്ക് അനുവദിക്കണമെന്നായിരുന്നു കേരളം ആവശ്യപ്പെട്ടത്. PF ഉൾപ്പെടെ ട്രഷറിയിലെ വിവിധ തരം നിക്ഷേപങ്ങൾ ഉൾപ്പെടുന്ന പബ്ലിക് അക്കൗണ്ടും ആഭ്യന്തര വരുമാനവും കണക്കാക്കിയതിലെ തിരുത്തലുകൾക്ക് അനുസരിച്ചാണ് ഇത്രയും തുകയ്ക്ക് കൂടി അർഹതയുണ്ടെന്ന് കേരളം വാദിച്ചത്. കൂടുതൽ വായ്പ അനുവദിക്കണമെന്നുള്ള കേരളത്തിൻ്റെ ആവശ്യം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം വീണ്ടും കത്തയക്കുകയും ചൊവ്വാഴ്ച തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കും. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.